ഒരു ചായ. ഒരു ചായ. ഒരു ചായ ഇല്ലാന്ന്. എന്നാ ഒരു കാപ്പി. അതുമില്ല. ഇതെന്താ ഈ പറഞ്ഞ ഒന്നും പെടല്ലേ? ഉണ്ട്, പക്ഷെ അണക്കില്ല. എന്താണ് ഞാൻ തന്നെ എന്താ കായല്ലേ? അതൊന്നും എന്റെ അടുത്ത് കായില്ലാന്ന് എനിക്ക് തോന്നണുണ്ടോ? അതുള്ളതുകൊണ്ടാണല്ലോ എന്നോട് ഇല്ല ഇല്ല എന്ന് പറയണത്. എനിക്ക് ഇല്ല ഇല്ല എന്നല്ലാതെ ഉണ്ട് ഉണ്ട് എന്നുള്ള വാക്ക് പരിചയല്ലേ? ഉണ്ട്. അങ്ങനെ വൈക്ക് വാ. എനിക്ക് ലേശം പച്ച തീർക്കാനുണ്ട്. എന്നും മൂക്കറ്റം തിന്ന് ചാച്ച പറഞ്ഞ് പോകാറുമുണ്ട്. പോരാത്തതിന് കാശുള്ള ടൈമിൽ ഇന്നെ കാണാതെ മുങ്ങി നടക്കാറുണ്ട്. ഇത്രയുണ്ട് പോരെ. എന്താണ് ഒരു തമാശ പറഞ്ഞാൽ അതും മനസ്സിലാത്തൊരു മനുഷ്യന്. ഞാൻ ചോദിച്ചത് വെറും ഒരു ചായ. ഇജ്ജ് പറഞ്ഞത് മുഴുവൻ ചായക്ക് നിരക്കാത്ത വർത്താനം. ചായ ഇന്ന് വരും, നാളെ പോവും. നാളെ വന്നാ മറ്റന്നാളെ പോവും. പക്ഷെ ഈ ഇന്ന് പോയ രണ്ടാഴ്ച വരില്ലല്ലോ. ചിരിച്ചോളി ചിരിച്ചോളി. ചിരിയേ ആയുസ് കൂടാനൊക്കെ നല്ലതന്നെ. പക്ഷെ ശ്വാസം തിങ്ങി കണ്ണ് തുറച്ച് മയ്യത്താവാനും ഈ ചിരിയൻ നമ്പാടും മതി. ഈ ഇങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാനിങ്ങനെ നക്കുപ്പിന് ഗതിയില്ലാതെ കാലാകാലം ജീവിച്ചു. നിങ്ങൾ നോക്കിക്കോ, അധികം താമസം ഉണ്ടാവില്ല. 500 റുപ്യന്റെ നോട്ട് പൂർപ്പിച്ച് ഞാനിങ്ങനെ പല്ല് കുത്തി ഞൊളിഞ്ഞിങ്ങനെ നടക്കും. 500 നോട്ടുണ്ടെങ്കിൽ നമ്മളെ പറ്റും തീർക്കണേ. എന്താണ് എൻ്റെ ഒരു തമാശ? എവിടെ സാധനം? ആ എന്നോട് തമാശ പറഞ്ഞ ഇതിനോട് കുത്തി ഞാൻ കൊല്ലും. മാണ്ടജി ഇത് ഇവിടെ നിൽക്കണില്ലല്ലോ. അല്ലെങ്കിൽ ഞാനെന്തിനാ അവിടെ നിൽക്കണേ? ഒരു പണിയില്ല, ഞാനും പോകാം. 5 റുപ്യന്റെ ചായ കൊടുത്താൽ മതി. ഇത് 7 റുപ്യന്റെ പഴമല്ല പോയത്. ചായമില്ല പഴമില്ല. എന്താണ് നിങ്ങൾ കുറെ നേരമല്ല ആലോചിക്കാൻ തുടങ്ങിയിട്ട്? ആലോചിച്ചും തോറും ആലോചന കൂടി കൂടി വരികയെന്നല്ലാതെ ഈ ആലോചന നടക്കലുണ്ടാവില്ല. അല്ല കുഞ്ഞാവാ, പെണ്ണ് ഗർഭിണിയാന്നൊക്കെ പറയുമ്പോ ഏതാ മാസം? ഇത് ജൂണ്. പെണ്ണിന് ഏതാ മാസോന്ന്? എന്താണ് ഞമ്മക്ക് ജൂണാകുമ്പോ പെണ്ണിന് ജൂൺ തന്നെയല്ലേ? പെണ്ണിന് ഗർഭം എത്ര മാസായി? അങ്ങനെ. അതിപ്പോ ഈ മുഹറം സഫർ റബീഉൽ അവ്വൽ 2.25. അല്ല കുഞ്ഞാവാ, ഇതെങ്ങനെ സംഭവിച്ച്? ഒന്ന് പോയിണ്ടാത്ത ഒന്നും അറിയാത്ത മാതിരി. അതല്ല ഉത്തരവാദി ആരാന്ന് ബല്യം തെളിഞ്ഞ പെണ്ണിനതൊന്നും ഓർമ്മ കിട്ടിയില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടണേ? 7 ലക്ഷം ഉറുപ്പിയല്ലേ സ്ത്രീധനം കിട്ടാൻ പോണേ. അതിനൊത്ത പണ്ടും. പിന്നെ നിങ്ങൾ ആദ്യത്തെ മരോളെ പോലെ കുട്ടികളുണ്ടാവില്ല എന്നുള്ള പേടിമാണ്. തെളിവ് സഹിതല്ലേ വന്ന് നിക്കണേ. കല്യാണം കഴിഞ്ഞാൽ പെണ്ണിന്റെ തന്ത സ്വത്തും മുതലും മുഴുവൻ പെണ്ണിന്റെ പേരിൽ എഴുതി വെക്കും ചെയ്യും പൊണ്ണൻ. നിങ്ങൾ ഇന്ന് തന്നെ ഗൾഫിൽ നവാസിനെ വിളിച്ചിട്ട് കാര്യം പോലെ പറയും. പെണ്ണ്